ഞാനൊരു കഥ പറയാം. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു സംഭവം വിശപ്പിൻ്റെ കഥ പറയുന്ന കഥയാണ്. നിങ്ങൾക്കറിയാമോ വിശപ്പിൻ്റെ കഥ എന്തുമാത്രമാണ്? വിശപ്പിൻ്റെ കഥ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ണിൽ നിന്നും കണ്ണുനീരൊരിക്കലും പറ്റാത്ത നിലയിൽ ഒരു അരുവി പോലെ ഒലിച്ചുകൊണ്ടിരിക്കും. അതാണ് വിശപ്പിൻ്റെ കഥ. വിശന്നവന് മാത്രമാണ് വിശപ്പിനെ പറ്റി കൂടുതൽ അറിയാവുന്നത്. വിശപ്പില്ലാത്തൊരാൾക്ക് വിശപ്പിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് നിസ്സാരമായി തള്ളിക്കളയും. നിങ്ങൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും നിങ്ങളുടേത് മാത്രമാണെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ സമ്പാദിക്കുന്ന ഓരോ രൂപയും നിങ്ങളുടേത് മാത്രമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ സമ്പാദിക്കുന്നതിൽ 1%, 1% നിങ്ങൾ പാവപ്പെട്ടവരെ കൊടുത്തിട്ട് നിങ്ങൾ സമ്പാദിക്കണേ. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി. ആ 1% കൊടുക്കാതെ നിങ്ങൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. മരിച്ചാൽ നിങ്ങൾക്കൊന്നും കൊണ്ടുപോകാനും പറ്റുന്നില്ല. നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ നന്മതിന്മ. അത് മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നിങ്ങൾ എന്ത് സമ്പാദിച്ചാലും എന്ത് ചെയ്താലും അതിലൊരു പങ്ക് പാവപ്പെട്ടവർക്കുള്ളതാണ്, നിങ്ങളുടേതല്ല. അതവർക്ക് കൊടുക്കുക തന്നെ വേണം. ഒരിക്കലും അത് നമ്മളുടെ സ്വന്തമല്ല. നമ്മളുണ്ടാക്കുന്നതും നമുക്ക് കിട്ടുന്നതുമായിട്ടുള്ള എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്ത് കഴിക്കുക, കൊടുക്കുക. നമുക്ക് 10 സെൻറ്റ് ഉണ്ടെങ്കിൽ അതിലൊരു 5 സെൻറ്റ് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ നിങ്ങൾക്ക് കൊടുക്കാൻ 1/3 ഭാഗം എങ്കിലും നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ 1/3 ഭാഗമെങ്കിലും, നിങ്ങൾ 10 സെൻറ്റ് ഉണ്ടെങ്കിൽ 1/3 ഭാഗമെങ്കിലും നിങ്ങൾ പാവപ്പെട്ടവന് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ 5 രൂപ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ധനവാനാണ്. 5 രൂപയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് കൈ നീട്ടുന്ന ഒരാൾക്ക് നിങ്ങൾ അവരെ പുച്ഛിച്ച് കളയരുത്. നാളെ ചിലപ്പോൾ നിങ്ങൾക്ക് അവരായിരിക്കും, അവരുടെ പ്രാർത്ഥനയായിരിക്കും നിങ്ങളെ രക്ഷിക്കുന്നത്. അതുകൊണ്ട് പാവപ്പെട്ടവരെ തഴഞ്ഞ് നിങ്ങൾ ജീവിക്കരുത്. നിങ്ങളെ മുമ്പിൽ കാണുന്ന പാവപ്പെട്ടവരെല്ലാം ദൈവത്തിൻ്റെ അടുത്ത അടിമകളാണ്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യരാണവർ. പാവങ്ങളാണ്. എന്നാൽ പണക്കാരുണ്ട്. പണക്കാരും അതേപോലെയാണ്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യരാണ് പണക്കാർ. എന്തുകൊണ്ടാണ് പാവങ്ങളും പണക്കാരും തമ്മിലുള്ള വ്യത്യാസം? കൊടുക്കുന്നവൻ വളരും, കൊടുക്കാത്തവൻ തളരും. നിങ്ങൾ തളരുന്നോ അതോ വളരുന്നോ? ഏത് കാറ്റഗറിയിൽ പെടണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം.